Hello guys, stripping YouTube channel പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. GoPro എന്നുള്ള ക്യാമറയെ പറ്റി കേൾക്കാത്തവരായിട്ട് അധികം ആരും ഉണ്ടാകാൻ വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ GoPro ക്യാമറ എങ്ങനെ വല്ല കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ പറ്റി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ സർവീസ് ചെയ്യാം അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം. നമുക്ക് ഒരു പൈസ പോലും മുടക്കാതെ GoPro നമ്മളെ പൊട്ടിയ ക്യാമറ ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്ന ക്യാമറ ആയിക്കോട്ടെ നമുക്ക് എങ്ങനെ റീപ്ലേസ്മെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. സോ പലർക്കും ഈ കാര്യം അറിയത്തില്ല. പലരും ചില ക്യാമറാസ് കംപ്ലൈൻ്റ് ആയിട്ട് പോലും വീട്ടിൽ വെച്ച് നടക്കാറുണ്ട്. സോ അവർക്കുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ പലർക്കും ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ GoPro ക്യാമറ വാങ്ങുന്നവരായിരിക്കും അല്ലെങ്കിൽ GoPro യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അങ്ങനെ ആരാണെങ്കിലും ഈ വീഡിയോ മൊത്തമായിട്ട് കാണുക. അവർക്ക് GoPro യൂസ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ GoPro എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ദ വീഡിയോ. സോ അപ്പോൾ GoPro റീപ്ലേസ്മെൻറ്റിന് വേണമെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് GoProയുടെ വാറൻറ്റി വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആക്സിഡൻറ്റ് കവറേജ് വാറൻറ്റി ആ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാറൻറ്റി കാര്യങ്ങളൊക്കെ വേണം എന്നാണ് നമ്മളെല്ലാവരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ ചിലപ്പോൾ ചില കണ്ടീഷനിൽ നമുക്ക് GoProയുടെ വാറൻറ്റി ഇല്ലെങ്കിൽ പോലും പല പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് തരുന്നതാണ്. സോ എനിക്ക് അറിയില്ല എവിടെയെങ്കിലും GoPro സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങൾ കേരളത്തിലുണ്ടോ എന്ന് അറിയത്തില്ല. മീൻസ് പെയ്ഡായിട്ട് പോലും GoPro സർവീസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ടോ എന്ന് അറിയത്തില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോൺടാക്ട്സും കാര്യങ്ങളൊന്ന് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. ദെൻ നമുക്ക് നമ്മുടെ പോയിന്റിലോട്ട് വെക്കാം. നമുക്ക് എങ്ങനെ GoPro റീപ്ലേസ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ GoPro എന്ന് വരുന്ന കംപ്ലയിൻസുകൾ എങ്ങനെ GoPro സപ്പോർട്ട് ഹബ്ബ് വഴി നമുക്ക് എങ്ങനെ പരിഹരിക്കാം എന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് GoPro സപ്പോർട്ട് ഹബ്ബിൽ നമ്മളൊരു കോൾ റിക്വസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെ എന്ന് കാണാം. ഇനി എങ്ങനെയാണ് GoPro സപ്പോർട്ട് ഹബ്ബിന് നമ്മൾ കോൺടാക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞിരുന്നത്. ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഗൂഗിളാണ്. ഗൂഗിളിൽ നമ്മൾ GoPro സപ്പോർട്ട് ഹബ്ബ് എന്ന് ക്ലിക്ക് ചെയ്യാം. GoPro സപ്പോർട്ട് ഹബ്ബ് ക്ലിക്ക് ചെയ്തിട്ട് GoPro സപ്പോർട്ട് ഫസ്റ്റ് വരുന്ന ആ സംഭവം തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് GoPro സപ്പോർട്ട് ഹബ്ബിൻ്റെ ആ സൈറ്റിലോട്ട് കയറും. ദെൻ ഇതിന് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കോൺടാക്ട് GoPro സെയിൽ പ്ലസ് സപ്പോർട്ട് എന്ന് കാണാൻ പറ്റും. ഇത് ക്ലിക്ക് ചെയ്യാം. ഇത് ക്ലിക്ക് ചെയ്താൽ വേറെ സൈറ്റിലോട്ട് പോകും. സോ ഇത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ബിസിനസ് ഹവേഴ്സ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരിക്കും. സോ ഈ സമയത്ത് മാത്രമേ നമുക്ക് ഇത് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കോൾ റിക്വസ്റ്റ് ആണ്. അപ്പോൾ GoPro സപ്പോർട്ട് ഹബ്ബിൽ നിന്ന് നമുക്കൊരു കോൾ വരും. സോ അതിനാണ് റിക്വസ്റ്റും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത്. സോ മേ ബി അത് കോളായിരിക്കും അല്ലെങ്കിൽ ഇമെയിൽ രൂപത്തിലും ആയിരിക്കും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നത്. സോ നമുക്ക് ഇപ്പോൾ ഏതെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ആണ് ഈ സംഭവം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രൈറ്റ് കൊടുക്കാം. അതല്ല നമ്മളിപ്പോൾ ഒരു കേസ് കൊടുത്ത് അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടാണ് നമ്മൾ അടുത്ത കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഐ വാണ്ട് ടു ഡിസ്കസ് ആൻ എക്സിസ്റ്റിംഗ് കേസ് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ഇത് ക്ലിക്ക് മാറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് സപ്പോർട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ ഓർഡർ സപ്പോർട്ടും ഉണ്ട്. നമ്മൾ ഓർഡർ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മിസ്സിങ് കാര്യങ്ങൾ അത് ചെയ്യാം. സോ അതിലോട്ട് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല. സോ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോൾ റിക്വസ്റ്റ് കാര്യങ്ങൾ ചെയ്യുകയാണ്. സോ നമ്മളിവിടെ ഇഷ്യൂ ടൈപ്പ് പ്രൊഡക്റ്റ് സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഇവിടെ പ്രൊഡക്റ്റ് മാറ്റി നമ്മൾ GoPro Hero ഏതാണോ ക്യാമറ എൻ്റെ GoPro Hero 8 ബ്ലാക്ക് ആണ്. സോ GoPro Hero 8 ബ്ലാക്ക് ക്ലിക്ക് ചെയ്തു. ദെൻ ഇവിടെ സീരിയൽ നമ്പർ ഉണ്ട്. സീരിയൽ നമ്പർ നമ്മുടെ GoProയുടെ സൈഡിലോ അല്ലെങ്കിൽ നമ്മുടെ GoProൻ്റെ ബാറ്ററി ഇടുന്ന ആ ഭാഗത്തോ അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബില്ലിലോ കാര്യങ്ങൾ നമുക്ക് ഈ സീരിയൽ നമ്പർ കാണാൻ പറ്റും. സോ ആ സീരിയൽ നമ്പർ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. റീസൺ ഫോർ കോൺടാക്റ്റ് നമ്മൾ എന്തിനാണ് ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പോൾ GoPro വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ GoPro ഡിഡ്ന്റ് വർക്ക് എന്ന് നമുക്ക് കൊടുക്കാം. ദെൻ ഫസ്റ്റ് നെയിം എൻ്റെ പേര് കൊടുത്തു. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ലാസ്റ്റ് നെയിം കാര്യങ്ങളൊക്കെ കൊടുത്തു. ദെൻ ഇവിടെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുക. അതേപോലെ തന്നെ ഇമെയിൽ കൊടുക്കുക. ജസ്റ്റ് കോൺടാക്ട് എക്സ് കൊടുക്കുക. ഇവിടെ കോൺടാക്ട് എക്സ് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് GoPro സപ്പോർട്ട് ഹബ്ബിൽ നിന്ന് ഒരു കോൾ വരും. അത് 3 to 4 ബിസിനസ് ഡേയ്സിലായിരിക്കും ഈ കോൾ വരിക. ദെൻ ഈ ബിസിനസ് കോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ GoProയുടെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ അവരോട് ഡിസ്കസ് ചെയ്യാം. ഈ കോൾ വരുന്നത് ഓസ്ട്രേലിയയിൽ നിന്നായിരിക്കും കോൾ വരിക. സോ ഇംഗ്ലീഷിലായിരിക്കും. പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാകുന്ന സമയം വരെ അവർ നമ്മളോട് മെല്ലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. നല്ല സപ്പോർട്ടാണ് എനിക്ക് GoPro സപ്പോർട്ട് ഹബ്ബിൽ നിന്ന് കിട്ടിയത്. സോ ആ കാര്യങ്ങൾ പേടിക്കാനൊന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് പറ്റുന്ന പോലെ പറഞ്ഞാൽ മതി, അവർ സെറ്റാക്കി തരും. ഞാനും പല കാര്യങ്ങളും മീൻസ് മനസ്സിലാവാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോഴും അവർ മെല്ലെ നമുക്ക് മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞു തന്ന് സമയമെടുത്തിട്ട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സോ ആരും GoPro സപ്പോർട്ട് ഹബ്ബിനെ കോൺടാക്ട് ചെയ്യാൻ മടിക്കണ്ട. ഒന്നാമത്തെ കാര്യം. ദെൻ ഇവർ
വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങൾ പറയാം. ചിലപ്പോൾ ഒരു ലിങ്ക് കാര്യങ്ങൾ നമ്മളെ മെയിലിലോട്ട് അയച്ചു തരും. സോ ആ ലിങ്ക് കയറിയിട്ട് നമ്മുടെ ഗോപ്രോയുടെ ഇപ്പോൾ പൊട്ടിയതാണെങ്കിൽ നമ്മളെ ഗോപ്രോയുടെ ആ ഇമേജസും കാര്യങ്ങളും നമ്മൾ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് ആ മെയിൽ ലിങ്ക് വഴി അയച്ചു കൊടുക്കുക. ദെൻ അതിങ്ങോട്ട് നിങ്ങളുടെ കംപ്ലയിൻറ്റ്സും കാര്യങ്ങളും എല്ലാം അവരോട് പറയാം. നിങ്ങളുടെ ഗോപ്രോയുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ച് ആ ലിങ്ക് വഴി അയച്ചു കൊടുക്കുക. ദെൻ ചിലപ്പോൾ അവർക്ക് വല്ല സോഫ്റ്റ്വെയർസും കാര്യങ്ങളും കയറ്റിയാൽ ഇപ്പോൾ ബ്രേക്ക് ആയതല്ല, വേറെ വല്ല പ്രശ്നമാണ്, ഇപ്പോൾ വർക്കാവുന്ന പ്രശ്നമാണ്. ഇപ്പോൾ എനിക്കുണ്ടായ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപ്രോയിൽ ചെറിയൊരു ബ്രേക്ക് വീണം, ഒരു ഗ്ലാസ്സിൽ ബ്രേക്ക് വീണതായിരുന്നു. സോ ആ ഒരു പ്രശ്നം കൊണ്ടാണ് ഞാൻ ഗോപ്രോ റീപ്ലേസ്മെൻറ്റ് ചെയ്തത്. സോ അതല്ല നിങ്ങളുടെ വേറെ വല്ല പ്രശ്നമാണ്, ഗോപ്രോ വർക്കാവുന്ന പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗോപ്രോയുടെ സോഫ്റ്റ്വെയർ സംബന്ധമായ എന്തെങ്കിലും പ്രശ്നമാണ്, അല്ലെങ്കിൽ ഗോപ്രോ എടുക്കുന്ന സമയത്ത് ഓഫായി പോവുക, അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സോ അങ്ങനത്തെ വല്ല പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ കാര്യങ്ങൾ അവരോട് പറയാം. ആ കാര്യങ്ങൾ പറയുമ്പോൾ അവർ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് വല്ല സോഫ്റ്റ്വെയർസ് കാര്യങ്ങൾ കയറ്റിയിട്ട് അവരെ തന്നെ അവരുടെ സോഫ്റ്റ്വെയർസിൽ മാറ്റങ്ങൾ വരുത്തിയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കി തരും. എൻ്റെ 1-2 ഫ്രണ്ട്സിന് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ദെൻ അതല്ല നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ നിങ്ങളോട് പറയും നിങ്ങൾക്ക് റീപ്ലേസ്മെൻ്റ് ആണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു തരും. ദെൻ കോമൺ ആയിട്ട് അവർ മൂന്ന് PDF നമുക്ക് അയച്ചു തരും. അപ്പോൾ ആ 3 PDF നമ്മളോട് 3 പ്രിൻ്റ് എടുക്കാനാണ് പറയുക. അതുപോലെ തന്നെ നമുക്ക് നമ്മളെ ID പ്രൂഫ് കാര്യങ്ങൾ 3 അതിൻ്റെ ഒപ്പം വെക്കേണ്ടി വരും. ദെൻ ഇത് ഞാൻ ചെയ്ത കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഞാൻ ഗോപ്രോ സപ്പോർട്ട് ഹബിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ. സോ ഈ സാധനങ്ങൾ വെച്ചിട്ട് നമ്മൾ UPS സെർവർ വഴി അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇത്രയും 3 പ്രിൻറ്റുകൾ നമ്മൾ ഗോപ്രോ സപ്പോർട്ട് ഹബിൻ്റെ 3 പ്രിൻറ്റുകളും, അതുപോലെ തന്നെ എൻ്റെ 3 ID പ്രൂഫിൻ്റെ കോപ്പിയും, അതുപോലെ തന്നെ എൻ്റെ 3 ID പ്രൂഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ 2 ID പ്രൂഫ്, എൻ്റെ ആധാർ അല്ലെങ്കിൽ ലൈസൻസ്, ഇതിൻ്റെ കോപ്പി 3 കോപ്പീസ് വെച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതെല്ലാം ഗോപ്രോ വെച്ചിട്ട് ഗോപ്രോ ബോക്സിൽ വെച്ചതിന് ശേഷം ഗോപ്രോൻ്റെ പുറത്ത് നമ്മൾ ഒരു ഫോം ഒട്ടിക്കാൻ വേണ്ടി അവർ പറയും. സോ ആ ഫോം നമ്മൾ ഒട്ടിക്കാം. ദെൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു കവറിലാക്കി വെച്ചിട്ട് ഇതിൻ്റെ മേലെ ടൈപ്പ് ചെയ്ത് വെച്ചാൽ മതി. സാധനം സെൻഡ് ചെയ്യേണ്ടത് സിംഗപ്പൂരിലോട്ടാണ്. സിംഗപ്പൂരിലോട്ട് ഈ സാധനം സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ കോൺടാക്ട് ചെയ്യുന്നത് UPS കൊറിയർ സർവീസിനെയാണ്. സോ ഇത് തന്നെയാണ് ഗോപ്രോ നിങ്ങളോട് പറയുക, UPS കൊറിയർ സർവീസിനായിട്ട് ബന്ധപ്പെടാനാണ് പറയുക. സോ UPS കൊറിയർ സർവീസിനായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം നിങ്ങൾ കേരളത്തിൽ UPS ഒരു കൊറിയർ സർവീസ് കൊച്ചിയിൽ മാത്രമാണുള്ളത്. ഞാൻ നോക്കുമ്പോൾ മാർച്ചിലാണ് ഞാൻ എൻ്റെ ഗോപ്രോ റീപ്ലേസ് ചെയ്തത്. സോ ആ സമയം വരെ കൊച്ചിയിൽ മാത്രമാണ് ഉണ്ടായത്. ഇനി നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നത് അറിയാൻ പറ്റത്തില്ല. സോ അപ്പോൾ വേറെ എവിടെയുണ്ടെങ്കിൽ അതുവഴി നിങ്ങൾക്ക് സാധനങ്ങൾ നമ്മളെ ഗോപ്രോ അല്ലെങ്കിൽ ഗോപ്രോയുടെ ആക്സസറീസ്, ഗോപ്രോ സംബന്ധമായ ആക്സസറീസ് നമ്മൾ സിംഗപ്പൂരിലോട്ട് സെൻഡ് ചെയ്യുന്നത് UPS കൊറിയർ സർവീസ് മുഖേനയാണ്. അപ്പോൾ UPS കൊറിയർ സർവീസിൽ നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കൊച്ചിയിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊച്ചിയിലോട്ട് എത്തിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും കൊറിയർ സർവീസിനായിട്ട് അവർ പിക്കപ്പ് റിക്വസ്റ്റ് ചെയ്തു തരും. അപ്പോൾ നിങ്ങൾ അവരോട് വിളിച്ചിട്ട് ഇങ്ങനെ പിക്കപ്പ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള ഏതെങ്കിലും കൊറിയർ സർവീസിനായിട്ട് ബന്ധപ്പെട്ട് ഒരു പിക്കപ്പ് റിക്വസ്റ്റ് ചെയ്യും. പിക്കപ്പ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവിടുന്ന് നിങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യും. ദെൻ അവിടുന്ന് ആൾക്കാർ നിങ്ങളെ വീട്ടിലോട്ട് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ ആ സാധനം അവിടെ എത്തിക്കുകയോ ചെയ്താൽ മതി. സോ ഈ സമയത്ത് നമ്മളെ ഗോപ്രോന്ന് കിട്ടിയ 3 പ്രിൻറ്റും 3 PDF-ഉം അതുപോലെ തന്നെ നമ്മുടെ ID പ്രൂഫും അതുപോലെ തന്നെ UPS-ന്ന് കിട്ടുന്ന 1-2 പേപ്പേഴ്സും കാര്യങ്ങളുണ്ട്. അതൊക്കെ ഫില്ല് ചെയ്തിട്ട് ഈ ഗോപ്രോയുടെ പെട്ടിയുടെ മുകളിൽ നമ്മൾ ഒരു പേപ്പർ ഒട്ടിക്കേണ്ടതുണ്ട്. അതായത് ഒരു RNA ഫോം എന്ന് പറഞ്ഞൊരു ഫോമാണ് ഒട്ടിക്കേണ്ടി തോന്നുന്നു. അല്ല സോറി, നമ്മൾ ഇൻവോയ്സ് അതിൻ്റെ മേലെ ഒട്ടിക്കേണ്ടതുണ്ട്. അതിന് ഇൻവോയ്സാണ് ഒട്ടിക്കേണ്ടത്. ഇൻവോയ്സ് ആ ബോക്സിന് മേലെ ഒട്ടിക്കുക. ബാക്കിയുള്ള എല്ലാ പേപ്പേഴ്സും നമ്മൾ ആ കവറിൽ ടാപ്പ് ചെയ്ത് വെക്കുക. സോ ഇത്രയും കാര്യം ചെയ്താൽ മതി. ഈ സാധനം നമ്മളെല്ലാം അടുത്തുള്ള അവിടെ കൊണ്ടുപോയി കൊടുക്കുക. അത് നേരെ സിംഗപ്പൂരിലോട്ട് 1-2 ദിവസത്തിനുള്ളിൽ പോകുന്നതാണ്. സോ ഇതൊരു 2 to 4 വീക്സ് ആണ് എനിക്കെടുത്തത്. എനിക്കൊരു 4 വീക്കിൻ്റെ അടുത്ത് എനിക്ക് എടുത്തിട്ടുണ്ട് ഈ സാധനം ഇത് ചെയ്യാൻ, മീൻസ് അങ്ങോട്ട് സെൻഡ് ചെയ്തിട്ട് ഇങ്ങോട്ട് കിട്ടേണ്ടത് മുഖേന. സോ നമുക്കിത് ചെയ്യുന്നത് സിംഗപ്പൂരിലോട്ടാണെന്ന് പറഞ്ഞു. സോ ഇത് ഈ നമ്മൾ ID പ്രൂഫും കാര്യങ്ങളൊക്കെ വെക്കുന്നത് കസ്റ്റം വെരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. സോ കസ്റ്റം വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഈ സാധനം ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും അതുപോലെ തന്നെ സാധനം അവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോഴും 2 കോൾ വരുന്നതാണ്. സോ ആ കോൾ നിങ്ങൾ കറക്റ്റായിട്ട് പിക്കപ്പ് ചെയ്യുക. മീൻസ് മേ ബി കോൾ വരും. എനിക്ക് ഒറ്റ കോൾ വന്നിട്ടുള്ളൂ, 2 കോൾ വന്നവരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ചിലപ്പോൾ നിങ്ങൾ എന്ത് കോൾ വരികയാണെങ്കിൽ ആ കോൾ മീൻസ് അറ്റൻഡ് ചെയ്യുക. കോൾ അറ്റൻഡ് ചെയ്തിട്ട് അവർ ചോദിക്കും, മീൻസ് നിങ്ങളുടെ പേര് അഡ്രസ്സ് കാര്യങ്ങൾ ചോദിക്കും. അത് ജസ്റ്റ് വെരിഫൈ ചെയ്യുക. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. സാധനം ഒരു 2 to 4 വീക്സിനുള്ളിൽ സാധനം സിംഗപ്പൂരിൽ പോയിട്ട് നിങ്ങളുടെ കയ്യിലെത്തുന്നതാണ്.
പിന്നെ നിങ്ങൾക്ക് ഈ ട്രാക്ക് ചെയ്യാൻ UPS സെർവറിലാണ് നിങ്ങൾക്ക് ഈ സാധനം സെൻഡ് ചെയ്യുന്നത്. സോ അതിന് UPS നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഈ നമ്പർ വെച്ച് നമുക്ക് നമ്മുടെ സാധനം എവിടെ എത്തി, എങ്ങനെ എത്തി കാര്യങ്ങളൊക്കെ UPSൻ്റെ സൈറ്റിൽ കയറി നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ UPSൻ്റെ സൈറ്റിൻ്റെ ലിങ്കും അതുപോലെ തന്നെ GoProൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് എൻ്റെ GoPro റിട്ടേൺ വന്നിട്ട് എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ബോക്സ് കാണുമ്പോൾ ഇവിടെ UPS സെർവർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ UPS കസ്റ്റംസ്, പിന്നെ അതേപോലെ തന്നെ പാക്കേജിങ് സ്ലിപ്പ് കാര്യങ്ങളൊക്കെ അങ്ങനെ സംഭവങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടിച്ചോളാം. യെസ്, അത് പൊട്ടിക്കട്ടെ. അപ്പോൾ ആ പെട്ടി പൊട്ടിച്ച് കഴിഞ്ഞാൽ അതുള്ളിൽ നിന്നിട്ട് ചെറിയൊരു ബോക്സ് ഉണ്ട്. എനിക്ക് ബോക്സ് ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ യെസ്, നമ്മുടെ പുതിയ GoPro സെറ്റ്. സൈഡത്തെ ബട്ടണൊക്കെ ഓർമ്മ ഉണ്ടോ? ഫുള്ള് പോയ ടൈപ്പ് ആയിരുന്നു കേട്ടോ. ഫുള്ള് ഇന്ത്യയൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് കേഴുന്ന ടൈപ്പ് ആയിരുന്നു. ഒരു ഫ്രഷ് സാധനം. സെറ്റ് നമുക്ക് ഇനി മാറ്റിട്ട് വെക്കാം. ഈ ബോക്സിൽ ഇനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കി നോക്കാം. ഇല്ല, ബോക്സിൽ വേറെ സാധനങ്ങളൊന്നുമില്ല. നൈസ് ബോക്സാണ്. എനിക്ക് തോന്നുന്നത് ട്രാവൽ ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഇനിയിപ്പോൾ ഈ ബോക്സിലിട്ട് കൊണ്ടുപോകാം. GoProയിൽ വെക്കാം, അടിയിൽ സാധനം മൊത്തം സെറ്റ് ചെയ്യാം. എന്തായാലും താങ്ക് യു GoPro. നൈസായിട്ട് ഇത് ഓണാക്കി വെക്കാം. ഇപ്പോൾ ഇതാ GoPro ഓണായിട്ട് വന്നിട്ടുണ്ട്. യൂസിങ് എന്തൊക്കെ കാണിക്കുന്നുണ്ട്. അഗ്രി ടു ടേംസ് ഓഫ് യൂസർ അഗ്രി കൊടുത്തിരിക്കുന്നു. പിന്നെ ലൊക്കേഷൻ ഓൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് GoPro ഓണായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. വേണ്ട, GoPro ഓണായിട്ട് വന്നിട്ടുണ്ട്. സാധനം സെറ്റാണ്. അപ്പോൾ എനിക്കും പലവട്ടം ഉണ്ടായിരുന്ന ഡൗട്ടാണ് ഈ GoPro നമ്മൾ ഇങ്ങോട്ട് സെൻഡ് ചെയ്യുമ്പോൾ, മീൻസ് സിംഗപ്പൂരിലോട്ട് UPS കൊറിയർ സർവീസ് വഴി സെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ക്യാഷ് ആകുമോ എന്നുള്ളത്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ₹1 പോലും ചിലവ് വരുന്നില്ല. നിങ്ങൾക്ക് ആ GoPro നിങ്ങൾ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് മൊത്തം, ഇപ്പോൾ ഈ കൊറിയർ ചാർജ് കാര്യങ്ങൾ എല്ലാം GoPro എടുത്തിട്ടാണ് നിങ്ങൾക്ക് ആ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് അയച്ചു തരുന്നത്. സോ അതിൽ നിങ്ങളുടെ ആ എത്ര രൂപ ആവണം കാര്യങ്ങളൊക്കെ ആയി തന്നെ ഉണ്ടായിരിക്കും. സോ ആ പൈസ എല്ലാം GoPro സ്വന്തം ചിലവിൽ എടുത്തിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. സോ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടത് ആവശ്യമില്ല. നിങ്ങൾ UPS കൊറിയർ സർവീസിൽ എത്തിക്കുക എന്ന് മാത്രമാണ്. സോ അത് നിങ്ങൾ ഇപ്പോൾ പിക്കപ്പ് റിക്വസ്റ്റ് കൊടുത്തത് വേറെ ഏതെങ്കിലും കൊറിയർ സർവീസ് ആണെങ്കിൽ പോലും അവിടെയും നിങ്ങൾക്ക് ₹1 പോലും ചിലവ് ഇല്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാരണം ഒരുപാട് പേർക്ക് ഇത് പ്രശ്നം ഉണ്ടായിരിക്കും. മീൻസ് GoPro കയ്യിൽ വെച്ചിട്ട് GoPro മീൻസ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഈ സപ്പോർട്ട് ചെയ്യാൻ കിട്ടുന്നുള്ളത് അങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരുന്ന ആൾക്കാർക്ക് ഉണ്ടായിരിക്കും. അവർക്കൊക്കെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ബട്ട് അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നമ്മൾ GoPro ആ സപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ തന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലിയർ ആവും. ആകെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ഈ സാധനം മീൻസ് GoPro കയറ്റി അയക്കുമ്പോഴാണ്. കാരണം കൺഫ്യൂഷൻ വരാൻ കാരണം നമ്മളാകെ 3 ഫോംസ് ഇതിൽ വെക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അതിനെന്തെങ്കിലും മിസ്സാവുമെന്നുള്ള പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പേടിയും വേണ്ട. ജസ്റ്റ് നിങ്ങൾ ആ 3 പ്രിൻ്റ് എടുക്കുക, നിങ്ങളുടെ ID കാർഡ് കോപ്പി എടുക്കുക, എല്ലാം 3 കോപ്പീസ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ UPS സെർവറിൽ നിന്ന് കിട്ടുന്ന UPS കോൺടാക്ട് ചെയ്യുമ്പോൾ അവരും 3 പ്രിൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നു. മീൻസ് അവർ 3 അല്ല, അവർ വേറെ എന്തെങ്കിലും പ്രിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം, PDF കാര്യങ്ങളൊക്കെ പ്രിൻറ്റ് ചെയ്ത് ഒട്ടിക്കാൻ പറഞ്ഞിരിക്കണമെങ്കിൽ അതും ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ആ കാര്യങ്ങൾ UPSനായിട്ട് കോൺടാക്ട് ചെയ്താൽ തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും. GoProൻ്റെ ഭാഗത്ത് നിന്ന് വെച്ചിട്ട് നിങ്ങളെ 3 PDF മാത്രം പ്രിൻറ്റ് ചെയ്യുക. അത് 3 കോപ്പീസ് പ്രിൻറ്റ് ചെയ്യണം. 3 കോപ്പീസ്, എല്ലാം 3 കോപ്പീസ് പ്രിൻറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. അതിപ്പോൾ കോപ്പീസിൻ്റെ എണ്ണം കൂടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. പക്ഷേ കോപ്പീസിൻ്റെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാകും. സോ നിങ്ങൾ എല്ലാ കോപ്പീസും 3 കോപ്പീസ് വെച്ചിട്ട് എല്ലാ പേപ്പറും പ്രിൻ്റ് ചെയ്തിട്ട് കോപ്പി എടുത്തിട്ട് ജസ്റ്റ് ആ ബോക്സിൻ്റെ മുകളിൽ കൊമേഴ്ഷ്യൽ ഇൻവോയ്സ് മാത്രം മടക്കി ഒട്ടിക്കുക. ദെൻ ബാക്കിയുള്ള എല്ലാതും അതിനുള്ളിൽ വെക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇത് നേരെ നിങ്ങൾ മീൻസ് നിങ്ങളുടെ അടുത്തുള്ള കൊറിയർ സർവീസിനടുത്ത് എത്തിക്കാം. ഇനി ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് GoProനെ കോൺടാക്റ്റ് ചെയ്യാം. GoPro സെയിൽസ് മീൻസ് GoPro സപ്പോർട്ടിനെ കോൺടാക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് UPS കൊറിയർ സർവീസിനെ കോൺടാക്റ്റ് ചെയ്യാം. എല്ലാവരും നല്ല റെസ്പോൺസാണ്, നല്ല
സപ്പോർട്ടാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ മീൻസ് ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്കെ GoPro വാങ്ങാൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GoPro യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവർ ആരെങ്കിലും GoPro ആക്ഷൻ ക്യാമറ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം GoPro നമുക്ക് തരുന്ന സപ്പോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ് GoPro തരുന്ന സപ്പോർട്ടിൽ. സോ നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും GoPro യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഭയങ്കര അത് ഹെൽപ്ഫുള്ളാകുമായിരിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഡു കമൻറ്റ് ഇറ്റ്, ഞാൻ എന്തായാലും റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇനി കമൻറ്റിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നില്ലെങ്കിൽ എൻ്റെ ഐഡിയിൽ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഉണ്ടാവും. ട്രിപ്പിംഗ് ഹെഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐഡിൻ്റെ പേര്. അതിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് നമ്പറും ഐഡിയിലുണ്ട്. സോ അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.